അവിടെ നിയമത്തിന്റെ ഒക്കെ എല്ലാം പോയി. ഇനി അയാളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയല്ലേ ഇപ്പോഴും ഇരിക്കുന്ന. അയാളെ തൂക്ക് കയറി കൊടുത്ത ഒരടി അയാളെ തല്ലിയ നോക്ക അവിടെ കിടക്കണു. ഒരടിയെങ്കിലും ആരെങ്കിലും തല്ലിയ അവനെ ഫുഡ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യല്ലേ എപ്പോഴും ചെയ്യണത്. അമ്മ പയ്യനെയും സൂചിപ്പിച്ച പോലെ ഇവിടെ ഒരു സ്വാഭാവികമായിട്ടും വലിയ വൈകാരികമായൊരു നിമിഷമാണ് ഇവർക്ക്. കോടതി വിധി എങ്ങനെ വരുന്ന അറിയില്ലല്ലോ. ഇനി അയാളെ കൊല്ലും, അല്ലാണ്ട് വേറെ എന്ത്. ഇത്രയും നാട്ടുകാരും കുടുംബക്കാരും ഞങ്ങളൊക്കെ പേടിച്ചിട്ടല്ലേ ഇരിക്കണം. എന്നിട്ടും അയാളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഇത് കണ്ടോ? ഒരു മനസ്സാക്ഷി പറയണ സാധനമുണ്ടോ? എന്ത് വിശ്വസിച്ചിട്ട് പിന്നെയും അയാളെ ഇനി എന്തായാലും ഇറക്കുന്നൊക്കെയാണ് എനിക്കും തോന്നുന്നത്. ഇത്രയും നേരം സംരക്ഷിച്ചിരിക്കണമെന്ന് നോക്കുക. അയാളിനെ ഒരാൾക്ക് അയാളെ തൊടാൻ പറ്റിയോ? അയാളെ തൂക്കി കൊല്ലുക. വളരെ വൈകാരികമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഇവരെ ഈ സമയത്ത് അധികം നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഇവർ നിയമത്തിലെല്ലാം വിശ്വാസം പൂർണ്ണമായും പോയി എന്നുള്ളത് തന്നെയാണ് ഈ അഖിലയും അതോടൊപ്പം തന്നെ സഹോദരിയും പറയുന്നവർക്ക് അത്രമാത്രം മനസ്സ് മരവിച്ച നിലയിലാണ്. ഇത്തരത്തിൽ തങ്ങളുടെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടു, ഇനി എന്താണുള്ളത്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവർ ചോദിക്കുന്നത്. അതിൽ വളരെ വിഷമകരത്തിലാണ് അവർ. സ്വാഭാവികമായും പ്രതിയെ പിടിച്ചു എന്നൊരു ആശ്വാസം ഉണ്ടെങ്കിൽ തന്നെ ഇനിയും ജാമ്യം കിട്ടി വരുമോ, അങ്ങനെയൊക്കെയുള്ള പല ആശങ്കകളും അവർക്കുണ്ട്. ദിവിഷ്.